ഹലോ ഗൈസ്, നമുക്ക് വിഷു പ്രിപ്പറേഷൻ്റെ വീഡിയോ ഉണ്ടല്ലോ. ഇത് അവിയലിനുള്ള കഷ്ണം അരിഞ്ഞ് വെച്ചേക്കണതാണ്. പിന്നെ ഇത് സാമ്പാറിനുള്ളത്. പിന്നെ തോരൻ വെക്കാനായിട്ട് വെണ്ടയ്ക്കാണ് എടുത്തത്. അപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കണി വയ്ക്കാൻ കാളനും വെച്ചിട്ടുണ്ട്. കാളൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണി വയ്ക്കാനായിട്ട് കണിക്കൊന്ന നല്ല ഒരു 5 ദിവസം 6 ദിവസമായിട്ടുണ്ടാവും പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട്. ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അല്ലെങ്കിൽ പിന്നെ കിട്ടില്ല. ഞങ്ങളുടെ അവിടെ പറമ്പിലുണ്ട്. പക്ഷേ തലേദിവസമൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ ഫുൾ ആരെങ്കിലുമൊക്കെ പൊടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതെടുത്ത് വെച്ചതുണ്ട്. പിന്നെ നമുക്ക് വെക്കാനുള്ള ഫ്രൂട്ട്സ്, പഴം, പൈനാപ്പിള് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ മാതള നാരങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ വീട്ടിലുണ്ടായ മാങ്ങയാണ്. മാങ്ങ നല്ല പഴുത്ത് നല്ല മഞ്ഞ കളറായിട്ടുള്ള മാങ്ങ. പിന്നെ മുന്തിരി. പിന്നെ നമ്മുടെ മെയിൻ കണിവെള്ളരി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഫ്രൂട്ട്സ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിത് സെറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, അത്രേ ഉള്ളൂ. ഉരുളി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തളിക വെച്ചിട്ടുണ്ട്. തളികയിലാണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വയ്ക്കണത്. പിന്നെ ഒരു ചക്ക വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റോബസ്റ്റ് പഴമാണ്. പിന്നെ ഒരു പച്ചമാങ്ങ. ചക്ക വീട്ടിലുണ്ടായ ചക്കയാണ്. പിന്നെ വിളക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം പകുതി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ കുറച്ച് ഗോൾഡൻ്റെ പൈസയും പിന്നെ സിൽവറിൻ്റെ സാധാ പൈസയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയാണ്. മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇങ്ങനെയാണ് കണി കണ്ടത്. രാവിലെ പകുതി ഉറക്കത്തിലായിരുന്നു, എന്നാലും കണ്ടു. പിന്നെ അമ്പലത്തിൽ പോയി. ഇത് ഞങ്ങളുടെ അടുത്ത അമ്പലമാണ്. അമ്പലത്തിലൊക്കെ പോയി തൊഴുതു, പ്രാർത്ഥിച്ചെല്ലാം നല്ലൊരു വിഷുവാവട്ടെ. അങ്ങനെ പിന്നെ ഇത് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.